സോ ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുക്കുറളിന്റെ 64-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയമാണ്. രാജാംഗം, അംഗവിയൽ എന്ന് പറയുന്ന രണ്ടാമത്തെ അധ്യായമാണ്. ഇവിടെ ജനക്ഷേമകരമായ ഭരണം നടത്തുന്നതിന് സഹായകരമായ ഒരു വിഭാഗത്തിന്റെ സ്വഭാവം, പ്രസക്തി, ഇങ്ങനെയുള്ളത് 32 അധികാരങ്ങളിലായി വിശദീകരിക്കുന്ന രണ്ടാമത്തെ പാർട്ടായിട്ട് നമുക്കിതിനെ കാണാം. ആദ്യത്തെ 10 അധികാരങ്ങളിൽ ഭരണധർമ്മത്തിൽ രാജാവിനോട് തുല്യത വഹിക്കുന്ന മന്ത്രിയുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. അപ്പം ഇന്ന് അധികാരം 64 അമൈച്ചു, സജീവത്വം, രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന മന്ത്രിയുടെ സ്വഭാവ ഗുണങ്ങൾ, യോഗ്യത, ചെയ്തികൾ, ധർമ്മം, ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ഒരു അധ്യായമാണിത്. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഇന്ന് നമ്മളെ സഹായിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത് മണികണ്ഠൻ സാറാണ്. മണികണ്ഠൻ സാറിനെയും പ്രത്യേകം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മണികണ്ഠൻ സാർ, യു ആർ വെൽക്കം. തുടങ്ങാമല്ലോ. തുടങ്ങാം. അപ്പൊ 631-ാമത്തെ പാട്ടാണ്, 631-ാമത്തെ കുറളാണ്. കരിവിയും കാലമും ചെയ്യും അരുവിനെയും മാണ്ടത് അമൈച്ച്. കരിവിയും കാലമും ചെയ്യും അരുവിനെയും മാണ്ടത് അമൈച്ച്. അമൈച്ചർ എന്ന് പറഞ്ഞ മന്ത്രി എന്നാണ്. അമൈച്ചർ മുതലമൈച്ചർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്നാണ്. അപ്പൊ ഒരു മന്ത്രിയുടെ സ്വഭാവം എങ്ങനെ ഇരിക്കണം? ഒരു കർമ്മം ചെയ്യുമ്പോൾ കരിവിയും, ഏത് സമയത്താണ് അത് ചെയ്യുന്നത്, കർമ്മം ചെയ്യുന്നതിന് വേണ്ടത് എന്താണ് എന്ന് ആദ്യം അറിയണം. അപ്പൊ കരിവി വേണ്ടത് എന്താണ്, അതാണ് കരിവി എന്ന് പറയുന്നത്. ഒരു കർമ്മം ചെയ്യാൻ വേണ്ട കരിവി ഏതാണ്, വേണ്ട ഒരു ആയുധം, അല്ലെങ്കിൽ അത് ഇവിടെ ആയുധം എന്ന് പറയാൻ പറ്റില്ല, വേണ്ടത് എന്താണ്, ഏത് സമയത്ത് അത് ചെയ്യണം. കാലം എന്ന് പറഞ്ഞ സമയം, എപ്പോഴാണ് ആ കാര്യം ചെയ്യേണ്ടത്, കാലമും. അടുത്ത് ചെയ്യുകയും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ പ്രവൃത്തി ചെയ്യേണ്ടത്. അടുത്ത് ചെയ്യും അരുവിനെ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞ ഒരാളായിരിക്കണം അമൈച്ചർ എന്ന് പറയുന്ന ആള്, മന്ത്രി എന്ന് പറയുന്ന ആള്. അപ്പോ കരിവിയും കാലമും ചെയ്യും അരുവിനെയും മാണ്ടത് അമൈച്ച്. ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടത് എന്താണ്, ഏത് സമയത്താണ് അത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഇക്കാര്യങ്ങൾ നന്നായി അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഒരു നല്ല മന്ത്രി എന്ന് പറയുന്ന വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. 4 കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. മണികണ്ഠൻ സാറേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ 64-ാം അധ്യായം അമൈച്ചു, പ്രധാന ഭരണാധികാരിയെ സഹായിക്കുന്നവർ, അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം. ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞുകൊള്ളട്ടെ. തീർച്ചയായിട്ടും മുഖ്യ ഭരണാധികാരി നല്ല കഴിവുള്ളവരായിരിക്കണം. പക്ഷെ ഒറ്റയാളിനെ കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. ഒരു രാജ്യമാകട്ടെ, ഈവൻ ഒരു ചെറിയ സംഘടന പോലും ആകട്ടെ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലും ആകട്ടെ, ഏറ്റവും മനോഹരമാകണമെങ്കിൽ പ്രധാനി കാഴ്ചപ്പാടുള്ളവനായിരിക്കണം. ഒപ്പം കൂട്ടുചേരുന്നവരും അതിനോട് സഹകരിച്ച് നല്ല അറിവും കഴിവും ഒക്കെ ഉള്ളവരായിരിക്കണം. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന
ഒരു നല്ല അധ്യായമാണ്. അപൂർവ പ്രവർത്തികൾ, അതായത് ആവശ്യമായ വിഭവങ്ങളും സമയവും നടപ്പിലാക്കാനുള്ള മാർഗങ്ങളും എന്നിവ സങ്കല്പിക്കാൻ കഴിയുന്നവനായിരിക്കണം കൂട്ടാളി അല്ലെങ്കിൽ മന്ത്രി. ദൃഢനിശ്ചയം ചെയ്യുക, പൗരന്മാരെ സംരക്ഷിക്കുക, പഠനം, സ്ഥിരോത്സാഹം എന്നിവ ഉള്ളവനായിരിക്കണം മന്ത്രി. ശത്രുക്കളെ ആവശ്യം പോലെ ചിലയിടത്ത് വിഭജിക്കപ്പെടേണ്ടതുണ്ട്, ഭിന്നിപ്പിക്കേണ്ടതുണ്ട്, സഖ്യകക്ഷികളെ ബന്ധിപ്പിക്കേണ്ടതുണ്ട്, അകന്നവരെ ഒന്നിപ്പിക്കുക എന്നിവയിലെല്ലാം മന്ത്രി സമർത്ഥനായിരിക്കണം. ഒരു മന്ത്രി വിലയിരുത്തുന്നതിലും നടപ്പിലാക്കുന്നതിലും വ്യക്തമായി കാര്യങ്ങൾ കാണുന്നതിലും പ്രാവീണ്യമുള്ളവനായിരിക്കണം. അവന് നീതി അറിയാം, അവന് വിവേകപൂർവ്വം പറയാനും കഴിയും. അവൻ എപ്പോഴും നിർവഹണത്തിൽ സമർത്ഥനായിരിക്കണം. അവൻ ഒരു സമർത്ഥനായ ഉപദേശകനും ആയിരിക്കണം. കൃത്യമായി 631 ഖുർആനിലേക്ക് കടക്കുമ്പോൾ കരുവിയും കാലവും ചെയ്യുകയും ചെയ്യും, അരുവിനെയും മാണ്ടതു അമയിച്ചു. കരണവും കാലവും കർത്തവ്യ വിരുദൊത്ത് കർമ്മവും മിക്കവൻ സജീവൻ. ഏത് നടപടിക്രമമാണ് ഉചിതമായ സമയം, ചെയ്യേണ്ട രീതി, ചെയ്യേണ്ട ജോലി എന്നിവ മന്ത്രി അറിഞ്ഞിരിക്കണം. ശരിയായ രീതിയിൽ നിയമങ്ങൾ നടപ്പിലാക്കണം. ജോലിക്കു വേണ്ട സാമഗ്രി, കാലം, വൈദഗ്ധ്യമാം ബലം നിർണയിച്ചു സ്വരുക്കൂട്ടാൻ പ്രാപ്തൻ മന്ത്രിക്ക് യോഗ്യനാം. ഓവർ. അൺമ്യൂട്ട് ചെയ്യണേ. Hi. Thank you, sir. Tirukkural is a classic Tamil text consisting of 1,330 couplets or kurals. It is one of the most revered and widely translated works in Tamil literature, written by the poet Saint Tiruvalluvar. It is believed to have been composed sometime between the 4th and 1st centuries BCE. The work is organized into 3 books: Aram, Virtue, Porul, Wealth, and Imbam, Love. Each kural is a concise and profound statement on various aspects of life, ethics, politics, and love. Chapter 64 of Tirukkural is titled Minister and is found in the second book, Porul. This chapter is a crucial part of Tiruvalluvar's political philosophy, as it provides guidance on the qualities and responsibilities of a good minister. The chapter highlights the importance of a minister's knowledge, foresight, and ability to execute tasks effectively for the welfare of the state. A minister is the cornerstone of a king's administration, tasked with the strategic implementation of policies and decisions. This council is vital for the proper functioning of the government and the prosperity of the people. A good minister must possess not only intellectual prowess, but also a strong sense of ethics and loyalty. The minister's role is to ensure that the king's vision is translated into practical and beneficial actions for the kingdom. Quran 631, the minister should know the instrument, the opportune time, the way of doing, and the work to be done, and then act appropriately. In the epic Mahabharata, there is a powerful minister named Vidura who served the Kuru king Dhritarashtra. Vidura was known for his unparalleled wisdom and his unwavering commitment to dharma or righteousness. When the Kauravas, led by Duryodhana,
plotted to cheat the Pandavas in a game of dice. Vidura advised Dhritarashtra against it. He knew that the game was not just a simple match, but an instrument of deception that would lead to war. Vidura repeatedly warned the king about the impending doom and urged him to choose the path of justice, knowing that the time was ripe for reconciliation, not conflict. However, Dhritarashtra, blinded by his affection for his son, ignored Vidura's counsel. The way of doing was to be just, but the work done was to cheat, which ultimately led to the catastrophic Kurukshetra war. Vidura's story exemplifies the wisdom of Kural 631 as he understood the instrument, time, and the correct way to act, but his counsel was not heeded, leading to ruin. A stitch in time saves 9. Thank you, sir. കുറൽ 631 കരിവിയും കാലവും ചെയ്യുകയും ചെയ്യും അരിവിനെയും മാണ്ടം അമച്ചു. കുറൽ 632 അത് 632 വൻകൺ കുടി കാത്തൽ കറ്ററിതൽ ആൾവിനയോട് ஐந்துடன் மாண்டது அமைச்சு. வன்கண் குடி காத்தல் கற்றறிதல் ஆழ்வினையோடு ஐந்துடன் മാണ്ടത് அமைச்சு. ஐந்துடன் മാണ്ടത് அமைச்சு. 5 ഗുണം. ஐந்துடன் എന്ന 5 ഗുണം. പ്രധാനമായും ഒരു മന്ത്രിക്ക് 5 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് വൻകൺ. വൻകൺ എന്ന് പറഞ്ഞാൽ ധീരത, ധൈര്യം, ധീരത. കുടി, കുലമഹത്വമാണ് കുടി എന്ന് പറയുന്നത്. ഒരു നല്ല ഒരു കുലത്തിൽ ജനിച്ച ഒരു ആളായിരിക്കണം കുടി. കാത്തൽ, ജനങ്ങളെ സംരക്ഷിക്കുന്ന താല്പര്യം, ജനക്ഷേമ തൽപരത. അതുപോലെ കറ്ററിതൽ. കറ്റൽ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ്. തമിഴിൽ കറ്റൽ എന്നുള്ള വാക്കിന് പഠിക്കുക എന്നാണ് അർത്ഥം. കൽവി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം. കൽവി കറ്റാൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, അത് പഠിച്ചു എന്നാണ്. അപ്പോൾ കറ്ററിതൽ ഒരു നല്ല ഒരു ശാസ്ത്രജ്ഞാനം. അതുപോലെ തന്നെ ആൾവിനയ്. ആൾവിനയ് എന്ന് പറയുമ്പോൾ ശ്രമം, സാധാരണ ശ്രമമല്ല, തുടർച്ചയായിട്ടുള്ള ഒരു ശ്രമം, നിരന്തരമായ അധ്വാനശീലം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള 5 ഗുണമുള്ളവനായി മന്ത്രി ഇരിക്കണം. മന്ത്രിക്ക് വേണ്ട അത്യാവശ്യമായ 5 ഗുണങ്ങൾ: ഒന്ന് വൻകൺ, കുടി, കാത്തൽ, കറ്ററിതൽ, ആൾവിനയുടമ, ധീരത, കുലമഹത്വം, ജനക്ഷേമ തൽപരത, ശാസ്ത്രജ്ഞാനം, നിരന്തര അധ്വാനശീലം എന്നീ 5 ഗുണങ്ങളും ഉള്ളവനായി മാണ്ടത് അമൈച്ച്, ഉള്ളവനായി ഇരിക്കണം ഒരു മന്ത്രി. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. അധികാരം 64, കുറൾ 632. വൻകൺ കുടികാത്തൽ കറ്ററി തൽ ആൾവിനയോടു ഐന്തുടൻ മാണ്ടത് അമൈച്ചു. ദൃഢത, ജനസംരക്ഷണം, നീതിബോധം, ശ്രമം ഇവ 5 നിപുണനെ മന്ത്രി. മഹാകവിയായ അല്ലെങ്കിൽ മഹാത്മ്യത്തോടു കൂടിയുള്ള നമ്മുടെ തിരുവള്ളുവരെ സ്തുതിച്ചുകൊണ്ട് കുറൾ 632. ദൃഢത, ജനസംരക്ഷണം, നീതിബോധം, ശ്രമം ഇവ 5 നിപുണനെ മന്ത്രി എന്ന് നമുക്ക് മലയാള തർജ്ജമ തന്നിരിക്കുന്നു.
കർത്തവ്യങ്ങൾ അചഞ്ചലമായി അനുഷ്ഠിക്കുക, ഭരിക്കപ്പെടുന്നവരുടെ സംരക്ഷണത്തിൽ കാണിക്കുന്ന നിഷ്ഠ അഥവാ പ്രജാ സംരക്ഷണ വ്യഗ്രത, നീതിശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള അവഗാഹം, നിരന്തരമായ ഉത്സാഹം, ഇവയോടൊത്ത് പഞ്ചേന്ദ്രിയ വിശുദ്ധിയും ചേർന്ന ഉത്തമനത്രേ യഥാർത്ഥ സജീവൻ. ഇവിടെ ദൃഢത, സംരക്ഷണം, നീതിബോധം, ഉത്സാഹം, പഞ്ചേന്ദ്രിയങ്ങളുടെ വിശുദ്ധി എന്നീ 5 ഗുണങ്ങൾ എടുത്തു പറയുന്നു. ഈ 5ഉം തികഞ്ഞവനാണ് യഥാർത്ഥ സജീവൻ എന്ന് സ്ഥാപിക്കുന്നു. ഒട്ടും ചാഞ്ചല്യമില്ലാതെ ജനങ്ങളെ സംരക്ഷിക്കുകയും നീതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചുള്ള അറിവ് നേടലും നിതാന്ത പരിശ്രമം ചെയ്യലും ഒരമാത്യന് അഭികാമ്യം. രാജ്യത്തിന്റെ സമ്പത്ത്, ആയുധങ്ങൾ, സൈന്യം തുടങ്ങിയവയിൽ യോജിച്ച സമയം, വരാൻ പോകുന്ന കർമ്മങ്ങളുടെ വലിപ്പച്ചെറുപ്പം, അതിലുള്ള പാടവം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രാപ്തനും ധാരണയുള്ളവനുമായിരിക്കണം മന്ത്രി. ഏതൊക്കെ കാര്യങ്ങളാണോ രാജ്യശ്രേയസ്സിന് ഉതകുന്നവ എന്ന് കണ്ടറിഞ്ഞ് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിയിണക്കി കാര്യം ഭംഗിയായി നിർവഹിക്കാൻ മന്ത്രി പ്രാപ്തനായിരിക്കണം. 1560 നിയമിതനായ അക്ബറുടെ ധനകാര്യമന്ത്രിയായിരുന്നു രാജാ തോഡർമാൾ. ഇദ്ദേഹമാണ് മുഗൾ സാമ്രാജ്യത്തിൽ ആദ്യമായി റവന്യൂ നയം നടപ്പാക്കിയതിലൂടെ ധനകാര്യം മെച്ചപ്പെടുത്തുന്നതിന് സാധിക്കുകയും അതിലൂടെ അക്ബർ ചക്രവർത്തിക്ക് ഏതൊരു മേഖല എടുത്താലും അവിടെയെല്ലാം നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാം, ഒരു രാജാവിന്റെ 2 നേത്രങ്ങളിൽ ഒരു നേത്രത്തിലൂടെ കാണുന്നത് രാജാവാണെങ്കിൽ മറ്റേത് മന്ത്രിയുടേതാണെന്ന് നമുക്ക് കരുതാം. തിരുവള്ളുവർ പറയുന്നു, ദൃഢത, സംരക്ഷണം, നീതിബോധം, ശ്രമം, പഞ്ചേന്ദ്രിയങ്ങളുടെ വിശുദ്ധി എന്നിവ ഒരു മന്ത്രിക്ക് അനിവാര്യം. അതിലൂടെ മാത്രമേ ഒരു രാജാവിന് സദ്ഭരണം കാഴ്ചവെക്കാനും കഴിയുകയുള്ളൂ. കുറൾ 632. വൻകൺ കുടികാത്തൽ കറ്ററിതൽ ആൾവിനയോട് ഐന്തുടൻ മാണ്ടതു അമൈച്ചു. ദൃഢത, ജനരക്ഷണം, നീതിബോധം, ധർമ്മം ഇവ 5ൽ നിപുണനേ മന്ത്രി. ഓവർ. Good evening to all. Tirukkural, chapter 64. Vankan kudikathal kattarithal al vinayodu aindudan mandadu amaichu. Minister must have 5 qualities of courage, legacy, caring of citizens, knowledge of science, enterprising nature. A minister must greatness on of guardian power, determined mind, learned wisdom, manly effort with the former 5 combined. The minister is one who, in addition to the aforesaid 5 things, excels in the possession of firmness, protection of subject, clearness by learning and perseverance. Kural 632. One gun kudi kathal katari tal alvinayod aindudan mandadu amaichu. Thank you, sir. Over. അടുത്ത് 633 പറയാമല്ലോ. യെസ്. 633. പിരിത്തലും പേണിക്കുളലും പിരിന്താർ പൊരുത്തലും വല്ലത് അമൈച്ച്. പിരിത്തലും പേണിക്കുളലും പിരിന്താർ പൊരുത്തലും വല്ലത് അമൈച്ച്. ഒരു മന്ത്രിക്ക് അത്യാവശ്യമായിട്ടുള്ള 3 ഗുണങ്ങളെ കുറിച്ച് വീണ്ടും പറയുകയാണ്. 1, പിരിത്തൽ. സാധാരണമായി പിരിത്തൽ എന്ന് പറഞ്ഞാൽ പിരിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. പക്ഷെ ഇവിടെ അതല്ല, തിരിച്ചറിയൽ എന്നുള്ള ഒരു മീനിങ് ആണ്. ശത്രുക്കൾ ആരാണെന്ന് തിരിച്ചറിയാനും ശത്രുക്കൾ ആരാണെന്ന് തിരിച്ചറിയാനും പേണിക്കൊള്ളലും.
പേണുതൽ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കൽ എന്നാണ്. പാതുകാത്തൽ എന്നുള്ള വാക്കാണ് തമിഴിൽ വരുന്നത്. പേണുതൽ, പാതുകാത്തൽ. ആത്മാർത്ഥ മിത്രങ്ങളെ സംരക്ഷിക്കാനും പേണിക്കൊള്ളലും. അവ രണ്ടെണ്ണമായി. അടുത്ത് പിരിന്താർ പൊരുത്തലും. പിരിന്താർ തന്നെ വിട്ട് പിരിഞ്ഞു പോയവരെ, അത് പിണങ്ങിപ്പോയവരെ വശത്താക്കാനുമുള്ള, പിരിന്താർ പൊരുത്തലും, അവരെ പൊരുത്താനുള്ള, പിരിഞ്ഞു പോയവരെ പൊരുത്താൻ, വശത്താക്കി തന്നോട് ചേർക്കാനുള്ള, തൻ്റെ രാജാവിനോട് അല്ലെ തൻ്റെ രാജ്യത്തിനോട് ചേർക്കാനുള്ള ഒരു കഴിവും ഉള്ളവനാണ് ഒരു യഥാർത്ഥ മന്ത്രി എന്ന് പറയുന്നത്. പിരിത്തലും പേണിക്കൊളലും പിരിന്താർ പൊരുത്തലും വല്ലത് അമൈച്ച്. പിരിത്തലും പേണിക്കൊളലും പിരിന്താർ പൊരുത്തലും വല്ലത് അമൈച്ച്. ശത്രുക്കളെ തിരിച്ചറിയാനും ആത്മാർത്ഥ മിത്രങ്ങളെ സംരക്ഷിക്കാനും പിണങ്ങിപ്പോയവരെ വശത്താക്കാനും സാമർഥ്യമുള്ളവനാണ് മന്ത്രി. താങ്ക് യു സർ. ആ 633 പിരിത്തലും പേണിക്കൊളലും പിരിന്താർ പൊരുത്തലും വല്ലതു അമൈച്ചു. തള്ളലിൽ കാത്തു രക്ഷിക്കലിൽ പോയോരെ കൊള്ളലിൽ വല്ലഭൻ സജീവൻ. എന്താണ് മന്ത്രിപദത്തിന്റെ മഹത്വം? ആരാണ് ആ പീഠം അലങ്കരിക്കാൻ അർഹൻ? എന്തൊക്കെയാവണം ഒരു സജീവന്റെ യോഗ്യതകൾ? 2000 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ഭരണക്രമത്തെയും അതിന്റെ സംശുദ്ധിയെയും വിലയിരുത്തി വിശദീകരിക്കുകയാണ് തിരുക്കുറൾ. താരതമ്യത്തിന് താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഇന്നത്തെ ഭരണരീതികളുമായി ചേർത്ത് വായിക്കാം. ഭരണത്തിൽ രാജാവിനോട് തുല്യത വഹിക്കേണ്ടവനത്രേ സജീവൻ. അങ്ങനെയുള്ള സജീവന്റെ സ്വഭാവ സവിശേഷതകൾ ഒരു രാജാവിനേക്കാൾ ഒട്ടും കുറയുന്നതാവരുത്. ശത്രുപക്ഷത്തേക്ക് ചായുന്ന വിശ്വാസശൂന്യരെ തള്ളിക്കളയുക, വിശ്വസ്തരായ വേണ്ടപ്പെട്ടവരെ ഒപ്പം നിർത്തി സംരക്ഷണം നൽകുക, നിസ്സാര കാരണങ്ങളാൽ പിരിഞ്ഞു പോയവരെ പ്രഗത്ഭമതികളെ അനുനയിപ്പിച്ച് അർഹമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളിൽ പ്രാഗൽഭ്യം ഉള്ളവനായിരിക്കണം ഒരു സജീവൻ. അതുപോലെ തന്നെ ഒരു മന്ത്രിക്ക് കപടനാട്ടിക്കാരായ ശത്രുക്കളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും നിരീക്ഷണ ശക്തിയും ഉണ്ടാവണം. ശത്രു എന്നത് വെറും തുറസായ എതിരാളികളല്ല. ചിലർ ആന്തരികമായ ഗൂഢാലോചന നടത്താനും രാജ്യത്തെ വഞ്ചിക്കാനും ഇടയാകാം. മഹാരാജ ചന്ദ്രഗുപ്ത മൗര്യന്റെ രാജസദസ്സിലെ പ്രധാനിയായിരുന്ന ചാണക്യൻ ഈ കഴിവ് പ്രകടിപ്പിച്ചിരുന്നു. രാജവംശത്തെ വരെ കപടമായി തകർക്കാൻ ശ്രമിച്ചവരെ സമയോചിതമായി തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ സംരക്ഷിക്കുന്നതിനുള്ള കഴിവും ഒരു മന്ത്രിക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കഴിവാണ്. വിശ്വസ്തരായ കൂട്ടാളികളെ സംരക്ഷിക്കുക, അവരെ പോഷിപ്പിക്കുക എന്നത് ഒരു നല്ല മന്ത്രിയുടെ മുഖ്യ ബാധ്യതയാണ്. നല്ല ഉപദേശകരെ സംരക്ഷിച്ച് കൂടെ നിർത്തുമ്പോഴാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. VK കൃഷ്ണമേനോൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ പ്രധാനമന്ത്രി നെഹ്റു അദ്ദേഹത്തെ വിശ്വസിച്ച് പിന്തുണച്ചത് ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായകമായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ വിരുദ്ധപക്ഷക്കാരെ തുറന്നു ഉപേക്ഷിക്കാതെ ചിന്താപ്രവാഹത്തിൽ ചേരാൻ പ്രേരിപ്പിക്കുന്നതിനും അതിലൂടെ രാജ്യത്തെ വിഭജിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കഴിവുള്ളവരായിരിക്കണം ഒരു യഥാർത്ഥ മന്ത്രി. അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിന് ശേഷം വിദ്വേഷികളെയും വിമതരെയും ധർമ്മത്തിന്റെ വഴിയിലാക്കാൻ ശ്രമിച്ചത് മൂലം ആധ്യാത്മികമായും രാഷ്ട്രീയമായുമുള്ള ഏകത്വം കൈവരിക്കാൻ സാധിച്ചുവെന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുറൾ 633 പിരിത്തലും പേണിക്കൊള്ളലും പിരിന്താർ പൊരുത്തലും വല്ലതു അമൈച്ചു. തള്ളലിൽ കാത്തുരക്ഷിക്കലിൽ പോയോരെ കൊള്ളലിൽ വല്ലഭൻ സവിജൻ. താങ്ക് യു. Thank you, ma'am. Kural 633 states that a minister must possess the crucial ability to distinguish between genuine adversaries and allies, protect loyal friends, and strategically win over those who are apathetic or disloyal to the kingdom. This triad of skills is essential for maintaining the stability and security of the state. A skilled minister, like the legendary Chanakya, masters these arts for the benefit of the ruler.
Chanakya, the minister to Chandragupta Maurya, was a master strategist who first discerned the weaknesses and enmities within the Nanda dynasty, which he sought to overthrow. He tirelessly protected and guided the young Chandragupta, his chosen king, steering him through numerous challenges and plots. Furthermore, Chanakya was renowned for his political acumen in winning over dissident factions and smaller kings through diplomacy, a keen understanding of human nature, and even espionage. He knew that a kingdom's strength lay not just in its army, but in its ability to consolidate power by converting potential enemies into allies or at least neutrals. Thus, Chanakya's political genius perfectly exemplifies the wisdom of this Kural as he skillfully navigated the complex political landscape by identifying enemies, protecting friends, and attaching dissidents to build a great empire. Minister should be skillful to discern enemies, protect friends, and to attach dissidents. Thank you, sir. അടുത്ത 634. തെരിതലും തേർന്ന് ചെയ്യലും ഒരു തലയാ ചൊല്ലലും വല്ലത് അമൈച്ച്. തെരിതലും തേർന്ന് ചെയ്യലും ഒരു തലയാ ചൊല്ലലും വല്ലത് അമൈച്ച്. ഇനി ഒരു രാജാവിന് മന്ത്രിയായിരിക്കുന്ന ആളിന് വേണ്ട ഒരു അത്യാവശ്യ ഗുണങ്ങളായി വേറെ ഒരു 3 ഗുണം കൂടെ പറയാണ്. 1, തെരിതലും, ചെയ്യുന്ന പ്രവൃത്തി, ചെയ്യുന്ന കർമ്മം എന്താണെന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് വേണം. അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു കഴിവ് വേണം. ചെയ്യുന്ന കർമ്മത്തെ പറ്റിയുള്ള സമഗ്രമായ ഒരു അന്വേഷണവും തെരിതലും. പിന്നെ അങ്ങനെ അന്വേഷിച്ച് അത് തിരഞ്ഞെടുത്തതിന് ശേഷം തേർന്ന് ചെയ്യലും, അതിനെ പ്രായോഗികമായി അത് ചെയ്യലും, അത് ചെയ്തു തീർക്കലും, പ്രായോഗിക പരിചയം കൊണ്ട് അതിനെ നല്ല രീതിയിൽ ചെയ്തു തീർക്കലും. ഒരു തലയാ ചൊല്ലലും, ചൊല്ലുതൽ എന്ന് പറയുക എന്നുള്ളതാണ്. ഒരു തലയാ ചൊല്ലുതൽ. ഒരു തലയാ ചൊല്ലുക പറഞ്ഞാൽ ഇവിടെ സാധാരണ ഒരു തല എന്ന് പറയുമ്പോൾ ഒരു വശം എന്നുള്ള ഒരു മീനിങ് പല സ്ഥലങ്ങളിൽ അങ്ങനെ തമിഴിൽ വരും. ഒരു സിനിമ ഉണ്ട്, ഒരു തലൈക്കാതൽ എന്ന് വെച്ചാൽ ഒരു വശം ഉള്ള ഒരു ഭാഗത്തുള്ള സ്നേഹം എന്നുള്ള ഒരർത്ഥം. പക്ഷെ ഇവിടെ അതല്ല. ഒരു തലയാ ചൊല്ലലെന്ന് വെച്ചാൽ അഭിപ്രായങ്ങളെ താൻ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജാവിനോട് ധൈര്യമായി അതിനെക്കുറിച്ച് അറിയിക്കാനുള്ള ഒരു സാമർഥ്യവും. ഒരു തലയാ ചൊല്ലലും, ധൈര്യമായിട്ട് അത് രാജാവിനോട് തനിക്ക് മുകളിലുള്ളവരടുത്ത് പറഞ്ഞു കൊടുക്കലും. ഈ 3 ഗുണവും ഉള്ള ഒരു വ്യക്തിയാണ് ഒരു നല്ല അമൈച്ചൻ എന്ന് പറയുന്നത്, നല്ല മന്ത്രി എന്ന് പറയുന്നത്. തെരിതലും തേർന്ന് ചെയ്യലും ഒരു തലയാ ചൊല്ലലും വല്ലത് അമൈച്ച്. ചെയ്യുന്ന കർമ്മത്തെപ്പറ്റി ഉള്ള സമഗ്രമായ അന്വേഷണവും പ്രായോഗിക പരിചയവും അഭിപ്രായങ്ങൾ സധൈര്യം രാജാവിനെ അറിയിക്കാനുള്ള സാമർഥ്യവും ഉള്ളവനായിരിക്കണം മന്ത്രി. ഓർ അധികാരം 66. രാജാംഗധർമ്മം, മന്ത്രിത്വം. കുറൾ 634. തെരിതലും തേർന്ന് ചെയ്യലും ഒരു തലയാ ചൊല്ലും വല്ലതു അമൈച്ചു. അറിയലും ചിന്തിച്ചു ചെയ്യലും സുദൃഢമായി പറയലും മിക്കവൻ മന്ത്രി. നല്ലപോൽ ചിന്തിച്ചു ചെയ്യുക. ചൊല്ലുകൾ വിശ്വാസമായിട്ടു തോന്നണം കുട്ടിയും.
ഒരു മന്ത്രി എപ്പോഴും ഇങ്ങനെയുള്ളവനായിരിക്കണം. നല്ലതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം. പറയുന്ന വാക്കുകളും വിശ്വസിക്കത്തക്ക വിധം ഉറപ്പുള്ളതാകണം. കാര്യങ്ങൾ വ്യക്തതയോടെ അവതരിപ്പിക്കണം. ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യനിഷ്ഠ ഉണ്ടാകണം. ഇത്തരത്തിലായാൽ മന്ത്രിക്ക് സഭയിൽ നല്ലതുപോലെ സൽഭരണം നടത്തി രാജാവിനെ സഹായിക്കാൻ സാധിക്കും. അതാണ് ഒരു ഉത്തമമായ മന്ത്രിയുടെ ലക്ഷണം. നല്ലതുപോലെ ആലോചിച്ച് ഉറപ്പിച്ച് വേണം പ്രായോഗിക ബുദ്ധിയോടെ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ. മന്ത്രിയുടെ പ്രസ്താവനകളും വാക്കുകളും നേരായതും വിശ്വസിക്കാൻ പറ്റുന്നതും ആകണം. എന്ന് വെച്ചാൽ സത്യനിഷ്ഠമായിരിക്കണം. മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കത്തക്ക രീതിയിൽ വേണം ഓരോ കാര്യവും പറയുവാൻ. രാജാവിനെ ധിക്കരിച്ചൊന്നും ചെയ്യരുത്. രാജാവിനെ അനുസരിക്കുന്ന മന്ത്രിയായിരിക്കണം. രാജാവിന് ഭരണകാര്യങ്ങളിൽ വേണ്ടത്ര ഉപദേശവും സഹായവും മന്ത്രിമാർ നൽകുന്നത് സൽഭരണത്തിന് വഴിതെളിക്കും. രാജധർമ്മം നിറവേറ്റുന്നതിൽ മന്ത്രിമാർക്ക് ബൃഹത്തരമായ ധർമ്മമുണ്ട്. കൃഷ്ണദേവരായ ചക്രവർത്തിയുടെ സദസ്സിലെ പണ്ഡിതനായിരുന്നു തെനാലിരാമൻ. ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ തെനാലിരാമന് കഴിയുമായിരുന്നു. അത് ചക്രവർത്തിയുടെ ഭരണത്തിന് തിളക്കമാർന്ന നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ മിടുക്കനായ മന്ത്രി രാജാവിൻ്റെ ഐശ്വര്യം തന്നെയാണ്. കുറൾ 634. തെരിതലും തേർന്നു ചെയ്യലും ഒരു തലയാ ചൊല്ലും വല്ലത് അമയിച്ചു. താങ്ക് യു. ഓവർ. കുറൾ 634. തെരിതലും തേർന്നു ചെയ്യലും ഒരു തലയാ ചൊല്ലലും വല്ലതു അമയിച്ചു. Minister should have urge for duty, experience and smartness to present opinions boldly to king. A minister has power to see the methods, help afford to ponder long, then utter calm, conclusive word. The minister is one who is able to comprehend the whole nature of an undertaking, execute it in the best manner possible, and offer assuring advice in time necessary. തെരിതലും തേർന്നു ചെയ്യലും ഒരു തലയാ ചൊല്ലലും വല്ലതു അമയിച്ചു. താങ്ക് യു സർ. ഓവർ. അടുത്ത 635. அரண் அறிந்து ஆண்டமைந்த சொல்லான் எஞ்ஞான்றும் திறனறிந்தான் தேர்ச்சி துணை. அறனறிந்து ஆண்டு அமைந்த சொல்லான் எஞ்ஞான்றுം திறனறிந்தான் தேர்ச்சி തുണൈ. അറൻ അറിന്ത്. അറൻ എന്ന് പറഞ്ഞാൽ നല്ല ധാർമ്മിക ബോധമുള്ളവൻ. അത് നല്ല പ്രവൃത്തി ചെയ്യാൻ താല്പര്യം ഉള്ളവനായിരിക്കണം. ഈ രാജാവിന് തുണയായിരിക്കുന്ന ആ മന്ത്രി. അറൻ തമിഴിൽ അറം എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികൾ എന്നാണ്. അറം. അപ്പൊ അറൻ അറിന്ത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തൽപരനായിരിക്കണം, ധാർമ്മിക ബോധമുള്ളവനായിരിക്കണം. അറൻ അറിന്ത് ആണ്ട് അമൈന്ത ചൊല്ലാൻ. ആണ്ടമൈന്ത ചൊല്ലാൻ. ചൊൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വാക് സാമർത്ഥ്യമാണ്. ആണ്ടമൈന്ത ചൊല്ലാൻ നല്ല വാഗ്മിയായിരിക്കണം. മന്ത്രി നല്ല വാഗ്മിയായിരിക്കണം. ആണ്ട് അമൈന്ത ചൊല്ലാൻ. ആണ്ട് അമൈന്ത ചൊല്ലാൻ. ചൊൽ വാക്ക്. വാക്കുകളെ പ്രയോഗിക്കുന്നതിൽ കഴിവുള്ളവനായിരിക്കണം. വാക്കുകളെ ഉപയോഗപ്പെടുത്തി സംസാരിക്കുന്നതിൽ അവൻ കഴിവുള്ളവനായിരിക്കണം. തമിഴിലൊരു ചൊല്ലുണ്ട്, നാവസൈന്താൽ നാടസയും. നാക്ക് അനങ്ങുകയാണെങ്കിൽ ഈ നാട് തന്നെ അനങ്ങും എന്നാണ്. അതത്ര നമ്മൾ പറയുന്ന ആ പ്രസംഗത്തിന് അത്ര ഒരു കഴിവുണ്ട്. ഇപ്പം സാധാരണ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രസംഗം ഒരു രാഷ്ട്രീയക്കാരനല്ല അവരെ കയ്യിലെടുക്കാനുള്ള പ്രസംഗം നടത്തുകയാണെങ്കിൽ ആ നാട് തന്നെ, നാട്ടിലുള്ള ജനങ്ങൾ മൊത്തവും അവൻ്റെ പിന്നെ വരുമെന്നാണ്. അപ്പോൾ അത്ര ആ വാക്കിന് അത്ര പ്രസംഗിക്കാൻ കഴിവുള്ളവന് അത്ര പെരുമയാണ്.
ആണ്ടമൈന്ത ചൊല്ലാൻ. അപ്പൊ അങ്ങനെ ഉള്ള ആളായിരിക്കണം മന്ത്രി. അപ്പോ ധാർമ്മിക ബോധമുള്ളവനും നല്ല വാഗ്മിയും ആണ്ടമൈന്ത ചൊല്ലാൻ എഞ്ഞാണ്ടും തിറനറിന്താൻ, എപ്പോഴും എഞ്ഞാണ്ടും എപ്പോഴും തിറനറിന്താൻ. തിറനറിന്താൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യശേഷി ഉള്ളവനായിരിക്കണം. കാര്യശേഷി ഉള്ളവനായി ഇരിക്കണം. ഈ 3 ഗുണവും കൊണ്ട് തുണയായിരിക്കുന്നവൻ ആ രാജാവിന് ഏറ്റവും മികച്ച ഒരു മന്ത്രിയായിരിക്കും. അറനറിന്ത് ആണ്ടമൈന്ത ചൊല്ലാൻ എഞ്ഞാണ്ടും തിറനറിന്താൻ തേർച്ചി തുണൈ. ധാർമ്മിക ബോധമുള്ളവനും ആത്മീയും കാര്യശേഷിയും എപ്പോഴുമുള്ള വിശ്വസ്തനായ നല്ല തുണയായിരിക്കണം മന്ത്രി. ഓക്കെ. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. കുറൾ 635. അറനറിന്തു ആൻഡമൈന്ത ചൊല്ലാൻ എഞ്ഞാണ്ടും തിറനറിന്താൻ തെറിച്ചിത്തുണൈ. നീതി ധർമ്മജ്ഞനായി കർമ്മവേദിയായി തുണ നിൽപ്പോൻ മന്ത്രി. കർമ്മവേദിയായി തുണ നിൽപ്പോൻ മന്ത്രി. സംപൂജ്യ കൃതിയായ തിരുക്കുറൾ രചിച്ച തിരുവള്ളുവരെ സ്മരിച്ചുകൊണ്ട്. കുറൾ 635. ഒരു രാജാവിന് എല്ലാ കാര്യങ്ങളിലും തണലായും കർമ്മോത്സുകയുമായി നിൽക്കുന്നതും നീതിധർമ്മങ്ങളെ കുറിച്ച് തികഞ്ഞ അറിവുള്ളവനായി സാരവാക്കായി കർമ്മപ്രഭാവം ഉള്ളവനായി വർത്തിക്കുന്നവനത്രേ ഉത്തമനായ മന്ത്രി. തന്റെ ധർമ്മം രാജാവിന് സഹായകമാകുന്ന വിധത്തിൽ നന്നായി ഉൾക്കൊണ്ട് തന്റെ അറിവ് അതനുസരിച്ച് നിറവോടെ സാരവത്തായ വാക്കുകൾ ചൊല്ലുന്നവനായി ഏതവസരത്തിലും തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സാമർഥ്യം ഒരു സജീവൻ ഉണ്ടായിരിക്കണം. മൗര്യ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്തന്റെ പ്രധാനമന്ത്രിയായിരുന്നു കൗടില്യൻ. ഇദ്ദേഹത്തിന്റെ കൂർമ്മബുദ്ധിയും ജ്ഞാനവുമാണ് മൗര്യ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ സ്വാധീനമുറപ്പിക്കാൻ സഹായകമായത്. ഇന്നും കൗടില്യന്മാർ ധാരാളം. ആധുനിക കാലവും മന്ത്രിമാരെ കാണുന്നത് അവരുടെ പ്രവർത്തന മേഖലയിലുള്ള അവരുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ടാണെന്ന് കാണാം. സ്വപ്രജയെ വേർതിരിക്കുകയും പരോക്ഷമായി തമ്മിലടിപ്പിച്ച് തങ്ങളുടെ നില തുടരുന്നതിനാവശ്യമായ കരുക്കൾ നീക്കുന്ന ശകുനികളെ ഭരിക്കപ്പെടുന്നവർ മനസ്സിലാക്കുകയും അവരെ ഭരണയന്ത്രത്തിന് വെളിയിൽ പുറന്തള്ളുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് സുപരിചിതമാണ്. രാജാവിന് മന്ത്രിയുടെ ഉപദേശങ്ങൾ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെയും യശസ്സിനെയും ഒരുപോലെ സ്വാധീനിക്കുന്നുവെന്ന് കണ്ട് കൊള്ളേണ്ടവരെ കൊള്ളുകയും തള്ളേണ്ടവരെ തള്ളുകയും ചെയ്ത് ഭാവി കരുപ്പിടിപ്പിക്കുന്നതിലാണ് ഒരു രാജാവിന്റെ കഴിവ്. അറിവുള്ളവരും കഴിവുള്ളവരും മറ്റുള്ളവരോട് ദയവുള്ളവരുമാകണം മന്ത്രിമാർ. ഖജനാവ് നശിപ്പിക്കാതെ സംരക്ഷിക്കുന്നവനാകണം ധനകാര്യമന്ത്രി. ആതുരരെ കരുണയോടെ കണ്ട് ആരോഗ്യ മേഖല പ്രവർത്തിപ്പിക്കുന്നവനാകണം ആരോഗ്യമന്ത്രി. നാട്ടിൽ ക്രമസമാധാനം ഉണ്ടാകാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവനാകണം ആഭ്യന്തരം കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ വകുപ്പുകളും 1-ാം കേരള മന്ത്രിസഭയിൽ അതത് പ്രഗത്ഭ വ്യക്തികളെ അണിനിരത്തിക്കൊണ്ട് രൂപീകരിക്കുകയും ഏറ്റവും കൂടുതൽ ക്ഷേമ നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത മന്ത്രിസഭ നമുക്കുണ്ടായിരുന്നുവെന്ന് കേരളീയർക്ക് അഭിമാനിക്കാം. രാഷ്ട്രീയ പാർട്ടികളല്ല, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ അടിയുറച്ച നിലപാടുകളുള്ള മന്ത്രിമാരാണ് നമുക്ക് വേണ്ടത്. തിരുവള്ളുവർ ഇവിടെ പറയുന്നതും അതുതന്നെയാണ്. അല്ലയോ രാജാവേ, താങ്കളുടെ മന്ത്രിമാർ കഴിവുള്ളവരും അറിവുള്ളവരും ദീർഘദൃഷ്ടിയുള്ളവരുമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക. തന്റെ പാതയിലെ മുള്ളുകൾ എടുത്തു മാറ്റുന്നതിനും പകരം പൂക്കൾ വിരിക്കുന്നവനുമായ മന്ത്രിയെ കണ്ടെത്തൂ. തന്റെ കടമ ഏറ്റവും നന്നായി ഫലപ്രാപ്തിയിൽ എത്തിക്കാനും യശസ് വർദ്ധിപ്പിക്കാനും തന്റെ കരങ്ങൾക്ക് ശക്തി നൽകുന്നവനാകട്ടെ രാജാവിന്റെ സജീവൻ. അതെ, കുറൾ 635. നീതി ധർമ്മജ്ഞനായി സാരവാക്കായി കർമ്മവേദിയായി കാത്തുണ നിൽപ്പോൻ മന്ത്രി.
ഓവർ സർ. Minister must be duty conscious, orator, and always capacious and trustworthy. 8. Rule 636. 36. 636 പറയാലോ. പറയൂ. 636. മതിനുട്പം നൂലോട് ഉടയാർക്ക് അതിനുട്പം യാവുള മുൻനിற்பവൈ. മതിനുട്പം നൂലോട് ഉടയാർക്ക് അതിനുട്പം യാവുള മുൻനിற்பവൈ. ഇവിടെ മതി എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്, ബുദ്ധി. മതി, ബുദ്ധി. തമിഴിൽ മതി മതി എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം, അറിവ്, ബുദ്ധി. നുട്പം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത, വളരെ കുശാഗ്രമായ ബുദ്ധി എന്നാണ് എൻ്റെ അർത്ഥം. മതി നുട്പം. നൂൽ, നൂൽ എന്ന് പറഞ്ഞാൽ പുസ്തകം, ഗ്രന്ഥം. സാധാരണ മലയാളത്തിൽ നൂലെന്ന് പറയുന്നത് മറ്റേ മാല കെട്ടുന്ന നൂല്, പക്ഷെ ഇവിടെ തമിഴിൽ നൂലെന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് അർത്ഥം. നൂൽ. നൂലകം എന്ന് പറഞ്ഞാൽ ലൈബ്രറി, ലൈബ്രറിക്ക് നൂലകം എന്നാണ് പറയുന്നത്. അപ്പൊ മതിനുട്പം കുശാഗ്രമായ ബുദ്ധിയും ബുദ്ധി നൂലോട്, അതേ സമയത്ത് നല്ല ഗ്രന്ഥജ്ഞാനവും, നൂലോട് ആ പുസ്തകജ്ഞാനവും ഉള്ളവർക്ക് മുമ്പിൽ അതിനുട്പം സൂക്ഷ്മമായ ആ ബുദ്ധി, വേറെ ഏത് ബുദ്ധിയാണ് അതിന് മുമ്പ് നിൽക്കും? യാവുള, വേറെ ഏതുണ്ട്? മുൻനിற்பവൈ, അതിനു മുമ്പ് പിടിച്ചു നിൽക്കാൻ കഴിവുള്ളത് ഒന്നുമില്ല. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് തിരുവള്ളുവർ. ഈ നല്ല കുശാഗ്രമായ ബുദ്ധിയും ഗ്രന്ഥജ്ഞാനവും ഉള്ള ഒരു മന്ത്രിക്ക് മുമ്പ് ഏതെങ്കിലും ബുദ്ധി പിടിച്ചു നിൽക്കുമോ? പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇല്ല. അതായത് രാജാവിന് തുണയായിരിക്കുന്ന ആ മന്ത്രിക്ക് നല്ല സൂക്ഷ്മ ബുദ്ധിയും നല്ല ഗ്രന്ഥജ്ഞാനവും ഉണ്ടെങ്കിൽ ആ രാജാവിനെ ഏത് ബുദ്ധി കൊണ്ടും തോൽപ്പിക്കാൻ പറ്റൂല, ഈ വലിയവനായ ഈ മന്ത്രി അടുത്ത് ഇരിക്കുന്നത് കൊണ്ട് എന്നാണ് ഒരു ചോദ്യം. ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും അതിൻ്റെ അടുത്ത് വരുമോ? ഈ ബുദ്ധിയുടെ അടുത്ത് വരുമോ? ഇല്ല. ഈ മന്ത്രിയുടെ അടുത്ത് വരുമോ? വരില്ല. മതിനുട്പം നൂലോട് ഉടയാർക്ക് അതിനുട്പം യാവുള ഏതുണ്ട്? മുൻനിற்பവൈ, അതിനു മുമ്പ് നിൽക്കുന്നത്, അതിനു മുമ്പ് നിൽക്കാൻ കെൽപ്പുള്ളത് ബുദ്ധി വേറെ ഏതുണ്ട്? ഒന്നുമേ ഇല്ല. അപ്പൊ അതിന്റെ ചുരുക്കത്തിൽ അർത്ഥം പറയുകയാണെങ്കിൽ ഇത്രയും ഗ്രന്ഥജ്ഞാനവും സൂക്ഷ്മ ബുദ്ധിയും ഉള്ള ഒരു മന്ത്രി രാജാവിന് തുണയായി ഇരിക്കുകയാണെങ്കിൽ ശത്രു ഏത് നുട്പങ്ങൾ, ഏത് സൂക്ഷ്മത, കുശാഗ്ര ബുദ്ധി ഉപയോഗിച്ചാലും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് അതിന്റെ മീനിങ്. ഓക്കെ, താങ്ക് യു സർ. ഖുർആൻ 636. മതിനൊപ്പം നൂലോടു ഉടയാർക്കു അതിനൊപ്പം ഉള മുൻ നീർപ്പവൈ മതിവൈഭവ. ജ്ഞാനത്തോടൊത്തവർ എതിർ നിൽപ്പതെന്തു താനുള്ളൂ. പണ്ടേയുള്ള പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി. ഇവിടെ രാജാവിൻ്റെയും മന്ത്രിയുടെയും കാര്യം ഭംഗിയായി നടക്കും. പക്ഷെ ജനങ്ങളുടെ കാര്യമോ, നാടിന്റെ കാര്യമോ? നാടും ജനങ്ങളും ഇല്ലെങ്കിൽ രാജാവുണ്ടോ? മന്ത്രിയുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എത്ര കാലം? ഇവിടെയാണ് ഭരണാധികാരിയുടെ യോഗ്യത നിർവചിക്കപ്പെടുന്നത്. പ്രകൃത്യായുള്ള ബുദ്ധി സാമർഥ്യവും അതിനെ പരിപോഷിപ്പിക്കുന്ന വിപുലമായ ഗ്രന്ഥവിജ്ഞാനവും ചേർന്ന ഒരു പ്രതിഭാശാലിയെ തടസ്സപ്പെടുത്തുവാൻ ഏതു പ്രതിസന്ധിക്കാണ് കഴിയുക? അമ്മട്ടിലായിരിക്കണം ഉത്തമനായ ഒരു സജീവൻ. ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്ന രീതികൾ മനസ്സിലാക്കി അതിൻപടി കാര്യങ്ങൾ നിർവഹിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നാലും ലോകത്തിന്റെ അപ്പപ്പോഴുള്ള ഗതിയറിഞ്ഞ് ജനഹിതം കണക്കിലെടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് യുക്തം എന്ന് ഖുർആൻ ഉദ്ഘോഷിക്കുന്നു. ഭാസനാടകമായ പ്രതിജ്ഞ യൗഗന്ധരായണൻ എന്ന മന്ത്രി നാടിനെയും ഉദയന മഹാരാജാവിനെയും ജനങ്ങളെയും രക്ഷിക്കാൻ ഏറ്റെടുക്കുന്ന തീവ്ര പരീക്ഷണങ്ങൾ ഒരു മാതൃകയാണ്. നമുക്ക്
മാതൃകകൾ ഇല്ലാത്തതല്ലല്ലോ കുഴപ്പം. എന്തായാലും കൊല്ലുന്ന രാജാവും തിന്നുന്ന മന്ത്രിയും ഉണ്ടായില്ലെങ്കിൽ തന്നെ മതി. കുറൽ 636. മതിനൊപ്പം നൂലോടു ഉടയാർക്കോ അതിനൊപ്പം യാവുള മുൻ നിർപ്പവൈ മതി വൈഭവം. താങ്ക് യു. Rule 636. Which subtle tactics is to be worked before men, having wisdom from books along with the sharp intellect? Rule 637. 37. செயற்கை அறிந்த கடைத்தும் செயற்கை அறிந்த கடைத்தும் உலகத்து இயற்கை அறிந்து செயல். செயற்கை அறிந்த கடைத்தும் ഉലകത്ത് ഇയർക്കൈ അറിந்து செயൽ. செயற்கை ഇയർക്കൈ എന്ന് പറഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിപരീത പദങ്ങളാണ്. செயற்கை ഇയർക്കൈ. നമ്മൾ നേച്ചറായിട്ടുള്ള കാര്യങ്ങളെ ഇയർക്കൈ എന്ന് പറയും. ഇയർക്കൈ, പ്രകൃതിയെ ഇയർക്കൈ എന്നാണ് തമിഴിൽ പറയുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് செயற்கை. അപ്പൊ ഇവിടെ ആ ഒരു മീനിങ് അല്ല, അതിനോട് ശകലം ബന്ധമുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. ചേർക്കൈ അറിந்த കടൈത്തും. അപ്പൊ പക്ഷെ ഇവിടെ പറയുന്നത് ഗ്രന്ഥജ്ഞാനം നമ്മൾ ചേർക്കയായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്ത ആ ഒരു നൂലറിവ് എന്ന് പറയും തമിഴിൽ, നൂലറിവ്, ആ ഗ്രന്ഥജ്ഞാനം. അങ്ങനെ ഒരു ഗ്രന്ഥജ്ഞാനം ഉണ്ടെങ്കിലും ആ മന്ത്രി ഉലകത്ത് ഇയർക്കൈ അറിந்து செயൽ, ഈ ലോകത്തിന്റെ ഒരു രീതി അനുസരിച്ച്, ലോക നിയമത്തിനനുസരിച്ച് വേണം അത് പ്രായോഗികമാക്കാൻ ശ്രമിക്കേണ്ടത്. അത് നമ്മളിങ്ങനെ തമിഴില് ഏട്ടുചുരയ്ക്കായി കറിക്കുതവാത് എന്ന് പറയും. ഏട്ടുചുരയ്ക്കായി കറിക്കുതവാത്, അതായത് നമ്മൾ ഏടെന്ന് പറഞ്ഞ പുസ്തകത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന ആ ചുരക്കായ്, ഒരു പച്ചക്കറി, അത് കറിക്ക് ഉപയോഗപ്പെടില്ല, കഴിക്കാൻ അത് ഉപയോഗപ്പെടില്ല. അപ്പോൾ ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ അതിന് പിന്നിലുള്ള ശാസ്ത്രീയ ജ്ഞാനം ഉണ്ടെങ്കിലും ലോക നിയമത്തിനനുസരിച്ച് വേണം അത് പ്രായോഗികമാക്കാൻ. ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് നടപ്പിൽ വരുത്താനുള്ള ഒരവസ്ഥ ഇപ്പോൾ ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അത് നന്നായിട്ട് പരിശോധിച്ചതിന് ശേഷമേ അത് ചെയ്യാൻ പാടുള്ളൂ. ചേർക്കൈ അറിந்த കടൈത്തും ഉലകത്ത് ഇയർക്കൈ അറിந்து செயൽ. ഗ്രന്ഥജ്ഞാനം അല്ലെങ്കിൽ ശാസ്ത്രജ്ഞാനം ഉണ്ടെങ്കിലും അറിந்த കടൈത്തും, അത് ചേർക്കൈ അറിந்த കടൈത്തും, ഗ്രന്ഥജ്ഞാനം അറിந்த കടൈത്തിലും അറിഞ്ഞാലും ഉലകത്ത് ഈ ലോകത്തിന്റെ ഇയർക്കൈ അറിയുന്നത്, ഉലകത്ത് ഈ ലോകത്തിന്റെ ഇയർക്കൈ, നേച്ചർ, ആ ലോകത്തിന്റെ ഒരു നിയമം അനുസരിച്ച് വേണം അറിந்து ചെയ്യൽ, ആ കാര്യത്തിന് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് പരാജയമാവും എന്നാണ്. അപ്പൊ അത്രയ്ക്കും ഒരു ജ്ഞാനമുള്ള ഒരാളായി ഇരിക്കണം മന്ത്രി. അല്ലാതെ എങ്ങനെയെങ്കിലും ഒരു ആലോചന രാജാവിന് കൊടുക്കുകയാണെങ്കിൽ ആ രാജ്യം മുന്നോട്ട് പോവില്ല. ലോക നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു വഴി കാണിച്ചു കൊടുക്കണം രാജാവിന്, മന്ത്രി. ഓക്കെ. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. അധികാരം 64 അമൈച്ചു. സജീവത്വം, മന്ത്രി, മിനിസ്റ്റർ തുടങ്ങിയവരുടെ കടമകളെ കുറിച്ച് പറയുന്ന അധ്യായം. സമ്പൂജ്യ കൃതിയായ തിരുക്കുറൾ രചിച്ച തിരുവള്ളുവരെ സ്മരിച്ചുകൊണ്ട് കുറൾ 637. ചേർക്കൈ അറിந்த കടൈത്തും ഉലകത്തു ഉയർക്കൈ അറിந்து ചെയ്യൽ. കർത്തവ്യജ്ഞാനമുണ്ടാകിലും ലോകത്തിനൊത്തു ചെയ്യുന്നതേ കാമ്യം. ഇവിടെ വായനയിലൂടെ ലഭ്യമാകുന്ന അറിവിലൂടെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട രീതികൾ, നിയമങ്ങൾ എന്നിവയൊക്കെ അറിഞ്ഞിരുന്നാലും ലോകം മാറുന്നതനുസരിച്ച് അപ്പപ്പോൾ വേണ്ട യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ചെയ്യുക എന്നതാണ് അഭികാമ്യം.
പുസ്തകങ്ങൾ പ്രതിപാദിക്കുന്ന വിധങ്ങൾ മനസ്സിലാക്കി അതേപടി കാര്യങ്ങൾ നടപ്പിൽ വരുത്തിയാലും ഓരോ സമയത്തുമുള്ള കാര്യങ്ങളുടെ ഗതി എറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഉചിതം. പലപ്പോഴും പിന്തുടർച്ചയനുസരിച്ച് രാജ കിരീട ധാരണം നടക്കുമ്പോൾ രാജാവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അവിവേകമുള്ള സ്വഭാവം കണക്കിലെടുക്കാതെ ആ സ്ഥാനത്തേക്ക് ആരാണോ വരേണ്ടത് അടുത്തയാൾ അയാളെ രാജാവാക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ വിവേകിയായ മന്ത്രി രാജ്യത്തിന് ആവശ്യം തന്നെ. അതുപോലെ ചില രാജാക്കന്മാർ അറിവുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങൾ പോലും മുഖവിലക്കെടുക്കാതെ മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് അവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയം നേരിടുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരക്കാരെ കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി കാര്യാകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് അപ്രകാരം പ്രവർത്തിപ്പിക്കേണ്ടത് ഒരു ഉത്തമനായ മന്ത്രിയുടെ കടമയുമാണെന്നിവിടെ തിരുവള്ളുവർ ഓർമ്മിപ്പിക്കുന്നു. ഒരു കുടുംബം എടുക്കുകയാണെങ്കിൽ രാജാവായ ഗൃഹനാഥൻ്റെ മന്ത്രിയായ ദീർഘദർശിയായ ഗൃഹനാഥ നല്ല രീതിയിൽ ഉപദേശങ്ങൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ ആ കുടുംബം എന്നും ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുതന്നെയാണ് ഓരോ മേഖലയിലും എടുക്കുമ്പോൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുകയാണെങ്കിലും നമുക്കറിയാൻ കഴിയും. അവിടെ മേലധികാരി അവരുടെ തൊട്ട് താഴെ വരുന്ന ആളിനെ നമുക്ക് വേണമെങ്കിൽ മന്ത്രി എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൊടുക്കുന്ന പേപ്പറുകളുടെ അല്ലെങ്കിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മുകളിലിരിക്കുന്ന ആളിന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ മന്ത്രി എന്ന് പറയുന്ന ഈ കീഴുദ്യോഗസ്ഥൻ എപ്പോഴും നല്ല രീതിയിലുള്ള റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ സ്ഥലത്തിലും കീർത്തി കേട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെയാണ് ഇവിടെ തിരുവള്ളുവർ പറയുന്നതും. ചെയർക്കൈ അറിന്ത കടയത്തും ഉലകത്തു ഉയർക്കൈ അറിന്തു ചെയ്യൽ. കർത്തവ്യ ജ്ഞാനമുണ്ടാകിലും ലോകത്തിനൊത്ത് ചെയ്യുന്നതേ കാമ്യം. ഓവർ സർ. Tirukkural chapter 64, Kural 637 says that though scientific knowledge is there, while work is done, it should be performed after knowing universal law. That means, though you have learned theoretical methods, act only after you know the world's practices. All the outcoming knowledge from one's mind and natural ways to do varieties of deeds should be sharply analyzed by the minister in deed, and one may select the right method for all deeds. Knowledge of theoretical action is not enough. One must also understand the nature of the world and act accordingly. This principle is particularly relevant for government officials and ministers. As described in the chapter, it belongs to ministers. However, it is universal lesson is that adaptability key. Thank you. അടുത്ത 630 സാർ പറയാം. Yes, or 638 അറികൊണ്ട് അറിയാൻ എനിനും ഉറുതി ഉഴയിരുന്താൻ കൂറൽ കടൻ. അറികൊണ്ട് അറിയാൻ എനിനും ഉറുതി ഉഴയിരുന്താൻ കൂറൽ കടൻ. അറികൊണ്ട് അറിവുള്ളവൻ, നല്ല ഉപദേശങ്ങൾ അറിവുള്ളവൻ പറയുന്നത് കേട്ട് നടക്കാൻ ഒരു രാജാവിനെ അറിയില്ല എന്ന് നാം വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു രാജാവാണെങ്കിൽ അവൻ്റെ മനസ്സ് പോകുന്ന പോക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നാടിന് വലിയ ദോഷമാണ്. അങ്ങനെ അയാളെ വിടാൻ പാടില്ല, രാജാവിനെ വിടാൻ പാടില്ല. അവിടെ രക്ഷപ്പെടുത്താൻ ആര് വേണം? ഒരു നല്ല മന്ത്രി വേണം. ഉറുതി, അത് നല്ല വഴി കാണിക്കണം. ആര്? ഉഴയിരുന്താൻ, അടുത്തിരിക്കുന്ന മന്ത്രി. ഉഴൈ എന്ന് പറഞ്ഞാൽ പക്കത്തിൽ എന്നാണ്, അടുത്തിരിക്കുന്ന മന്ത്രി. കൂറൽ, പറയേണ്ടത്, നല്ല ഉപദേശങ്ങൾ പറഞ്ഞ് അവനെ തിരുത്തേണ്ടത് കടൻ, കടമയാണ്. അറികൊണ്ട് അറിയാൻ എനിനും ഉറുതി
ഉഴയിരുന്താൻ കൂറൽ കടൻ. നല്ല അറിവുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ മനസ്സില്ലാതെ തന്നെ മറന്ന് പ്രവർത്തിക്കുന്ന രാജാവായിരുന്നാലും അങ്ങനെ ഉള്ളവർക്ക് ഉറുതി നല്ല വഴി കാട്ടേണ്ടത് ഉഴയിരുന്താൻ അടുത്തിരിക്കുന്ന മന്ത്രിയുടെ കടമയാണ്. ആ മന്ത്രി അങ്ങനെ ഇരുന്ന് വഴി കാണിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ വലിയ താമസം ഇല്ലാതെ തന്നെ രാജാവ് ആ നാടും നശിച്ചു പോകും. ഓക്കെ. അധികാരം 64. രാജാംഗധർമ്മം. കുറൽ 638. അറികൊണ്ടു അറിയാൻ എനും ഉറുതി ഉഴയിരുന്താൻ കുറൽ കടൽ. താനുമേ അജ്ഞനായ വിജ്ഞത കേട്ടിടാ മന്നനു മാർഗത്തെ കാട്ടണം മന്ത്രിയും. അറിവ് കേൾക്കാത്തൊരറിവറ്റ നൃപനോട് അറുതി മൊഴി ചൊൽക സജീവന്റെ കടമ എന്നാണ് പറയുന്നത്. അജ്ഞനും ശാസ്ത്രോക്തനുമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കാത്തതുമായ ഒരു രാജാവാണെങ്കിൽ ആ രാജാവിന്റെ മന്ത്രി രാജാവിനെ സഹായിക്കണം. മന്ത്രി എങ്ങനെയുള്ളവരായിരിക്കണം? കർമ്മകുശലനും കാര്യപ്രാപ്തിയും ജ്ഞാനിയും എല്ലാം തികഞ്ഞ ആളായിരിക്കണം മന്ത്രി. ആ മന്ത്രിയുടെ സാരോപദേശം കൊണ്ട് രാജാവ് നേർവഴിക്ക് രാജ്യം ഭരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? രാജ്യം നശിക്കും. ഭരണം നേരെ കൊണ്ടുപോകാൻ കഴിയില്ല. അത് രാജ്യത്തിന്റെ നാശത്തിന് വഴിതെളിക്കും. രാജാവ് അജ്ഞനായ, നീതിശാസ്ത്ര ബോധം കുറഞ്ഞാൽ, കാര്യസിദ്ധി ഇല്ലാത്തവനായാൽ മന്ത്രിയുടെ സാരോപദേശങ്ങളും സഹായഹസ്തങ്ങളും സ്വീകരിച്ച് രാജാവിന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം, ഭരണം മെച്ചപ്പെടുത്താം. മന്ത്രി ഉത്തമനായ മന്ത്രിയായിരിക്കണം. നിർദ്ദേശം കൊടുക്കാൻ പ്രാപ്തിയുള്ള ആളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ രാജാവിന് ലക്ഷ്യപ്രാപ്തിയിലെത്തി രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കും. ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ കാര്യപ്രാപ്തി ഇല്ലാതെ വന്നാൽ കുടുംബനാഥ താങ്ങായി നിന്ന് എല്ലാ കാര്യങ്ങളിലും കുടുംബനാഥനെ സഹായിച്ച് ആ കുടുംബത്തിന്റെ ഉന്നമനത്തിന് വഴിതെളിച്ചു കൊടുക്കുക. അതുപോലെ രാജാവിനെ സഹായിക്കാൻ എപ്പോഴും മിടുക്കനായ കാര്യനിർവഹണ ശേഷിയുള്ള മന്ത്രി ഉണ്ടായിരിക്കണം. തെറ്റായ മാർഗങ്ങളിൽ അജ്ഞനായ മന്ത്രി രാജാവായാലും നേർവഴിക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കരുത്തുറ്റ മന്ത്രി ഉണ്ടാകണം എന്ന് പറയും. എന്നാൽ രാജാവിന് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സാധിക്കും. കുറൽ 638. അറികണ്ട് അറിയാനും ഉറുതി ഉഴൈ ഇരുന്താൻ കുറൽ കടൻ. താങ്ക് യു. ഓ സർ, താങ്ക് യു. One not heeding advices of the learned is lacking in brains, yet it is the duty of companion to suggest him right path. പഴുതെണ്ണം മந்திரியின் பக்கத்துள் தெவ்வோர் 70 கோடி உறும். പഴുതെണ്ണം മന്ത്രിயின் പക്കത്തുൾ തെവ്വോർ 70 കോടി ഉറും. പഴുത് എന്ന് പറഞ്ഞാൽ തെറ്റെന്നാണ്. പഴുത്, തമിഴ് വാക്ക് പഴുത്, കുറ്റം. പഴുത് എന്ന വാർത്തയ്ക്ക് കുറ്റം എന്ന് പൊരുൾ. പഴുത്, തെറ്റ്. തെറ്റായ വഴിയിൽ പോകുന്ന മന്ത്രി. തെറ്റായ വഴിയിൽ പോകുന്ന ദുഷ്ടനായ മന്ത്രി. ആ മന്ത്രിയുടെ പക്കത്തിൽ അടുത്തിരുന്നാൽ, ഒരു രാജാവ് ഇരുന്നാൽ വലിയ കുഴപ്പമാണത്. അങ്ങനെ ഇരിക്കുന്നതിനേക്കാളും തെവ്വോർ, ശത്രുക്കൾ,
70 കോടി 70 കോടി ശത്രുക്കൾ. അങ്ങനെ തെറ്റായ വഴിയിൽ പോകുന്ന മന്ത്രിയുടെ അടുത്ത് രാജാവ് ഇരിക്കുന്നതിനേക്കാളും രാജാവ് 70 കോടി ശത്രുക്കളുടെ നടുക്ക് പോയി ഇരിക്കാം, അതിനേക്കാളും ഭേദമാണ്. കാരണം 70 കോടി ശത്രുക്കളെ നടുക്ക് ഇരിക്കുന്നതിനേക്കാളും അപകടമാണ് എപ്പോഴും തെറ്റ് മാത്രം ചിന്തിച്ച് തെറ്റായ വഴിയിൽ പോകുന്ന ഒരു മന്ത്രിയുടെ അടുത്ത് രാജാവ് ഇരിക്കുന്നത്. ആ മന്ത്രിയെ കൊണ്ട് രാജാവിന് ഒരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് രാജാവിൻ്റെ അടുത്തിരിക്കുന്ന മന്ത്രി ഒരു കാരണവശാലും തെറ്റായ വഴിയിൽ പോകുന്നവനായി ഇരിക്കാൻ പാടില്ല. ശുദ്ധൻ ദുഷ്ടന് സമമെന്ന് പറയുന്ന പോലെ ആ മന്ത്രിയെ കൊണ്ട് വലിയ വലിയ കുഴപ്പങ്ങൾ രാജാവിന് ഉണ്ടാവും, രാജ്യത്തിനും ഉണ്ടാവും. അതാണ് ആശയം. ഓക്കെ, താങ്ക് യു സർ. ഖുറൻ 639 പഴുതെണ്ണും മന്ദിരിയിൻ പക്കത്തുൾ തെവോർ 70 കോടി ഉറും. വിനയെണ്ണും മന്ത്രിയേക്കാൾ നൃപന് ശത്രുക്കൾ 70 കോടിയും ഭേദം. നിഷ്പക്ഷനായിരിക്കണം ഒരു ഭരണാധികാരി. എല്ലാ ജനവിഭാഗങ്ങളെയും സമന്മാരായി കാണുവാനുള്ള സംസ്കാരവും സമചിത്തതയും അയാൾക്കുണ്ടായിരിക്കണം. നിയമവ്യവസ്ഥയോട് പരിപൂർണ ബഹുമാനവും തികഞ്ഞ നീതിബോധവും ഉള്ളവനായിരിക്കണം. തനിക്കും തൻ്റെ വിഭാഗക്കാർക്കും നിയമം ബാധകമല്ല എന്ന് വാദിക്കുന്ന ഒരു മന്ത്രിയുണ്ടെങ്കിൽ അയാളെ ദേശസ്നേഹി എന്നല്ല രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി ആ നിമിഷം പുറന്തള്ളുവാൻ രാജാവും ജനങ്ങളും തയ്യാറാവണം. അടുത്തിരുന്ന് ദ്രോഹം ചെയ്യാനും ചതിച്ച് അപകടത്തിൽപ്പെടുത്താനും തക്കം നോക്കി ദുരുപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രിയേക്കാൾ 70 കോടി ശത്രുക്കൾ രാജാവിനുണ്ടായിരിക്കുക എന്നതാവും ഭേദം എന്ന് ഖുറൻ നിരീക്ഷിക്കുന്നു. ശത്രുക്കൾ പുറത്തുള്ളവരാണല്ലോ, രാജാവിന് എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്നാൽ മന്ത്രിവേഷം പൂണ്ട രാജ്യദ്രോഹി അകത്തു തന്നെയുണ്ട്. ആ അധമനിൽ നിന്ന് രാജാവിന് ഒരു വിധത്തിലും രക്ഷപ്പെടുവാൻ കഴിയില്ല. സുന്ദരം പിള്ളയുടെ മനോന്മണീയം എന്ന പ്രശസ്തമായ തമിഴ് നാടകത്തിൽ കുടിലൻ എന്ന മന്ത്രിയുടെ ദുരുപദേശം കേട്ട് നശിക്കുന്ന പുരുഷോത്തമ രാജാവ് ഉദാഹരണം. പക്ഷപാത മന്ത്രിമാരെ സൂക്ഷിക്കുക. ഖുറൻ 639 പഴുതെണ്ണും മന്ദിരിയിൻ പക്കത്തുൾ തെവോർ 70 കോടി ഉറും. വിനയെണ്ണും മന്ത്രിയേക്കാൾ നൃപന് ശത്രുക്കൾ 70 കോടിയും ഭേദം. താങ്ക് യു. Quran 639 says that 70 arrears of enemies surrounding is better than sitting with a minister of evil intentions. A minister who by king's side plots evil things worse than countless foremen brings. For better are 70 crores of enemies for a king than a minister at his side who intends his ruin. Before for the king to face millions of distant enemies than befriend a single counselor who conspires at his side. Thank you. Over. അടുത്ത് 640 640 ഖുറൻ. முறைப்பட சூழ்ந்தும் முடிவிலவே செய்வர் பிறப்பாடு இல்லாதவர். முறைப்பட சூழ்ந்தும் முடிவிலவே செய்வர் പിറപ്പാട് ഇല്ലാത്തവർ. അത് ഈ തിറപ്പാട് ഇല്ലാത്തവർ എന്നുള്ള രണ്ടാമത്തെ വരിയെ ആദ്യം എടുത്താൽ നമുക്ക് അർത്ഥം പറയുമ്പോൾ കുറെ അത് ക്രമമായിട്ട് വരും. അതായിരിക്കും ആദ്യം. അത് തിറപ്പാടില്ലാത്തവർ. തിറപ്പാടെന്ന് പറഞ്ഞാൽ കാര്യശേഷി ഇല്ലാത്തവർ. കാര്യശേഷി ഇല്ലാത്തവർ. രാജാവ് കാര്യശേഷി ഇല്ലാത്ത ആളായി ഇരുന്നാൽ, അല്ലെങ്കിൽ മന്ത്രി കാര്യശേഷി ഇല്ലാത്ത ഒരാളായി ഇരിക്കുകയാണെങ്കിൽ മുറൈപ്പട ചൂഴ്ന്നും, എത്ര ആലോചിച്ചാലും, മുറൈപ്പട ചൂഴ്ന്നും എത്ര തന്നെ നമ്മൾ ആലോചിച്ചാലും, മുടിവിലവേ സേവർ, അതിന് ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു മുടിവ് കാണില്ല. മുടിവെന്നും തമിഴിൽ മുടിവെന്ന് പറഞ്ഞാൽ അവസാനം. ഒരു അവസാനം ഉണ്ടാവില്ല. ആ കാര്യം ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പൊ കാര്യശേഷി ഇല്ലെന്നുണ്ടെങ്കിൽ അവ എത്ര തന്നെ ആലോചിച്ചാലും എത്ര തന്നെ
പദ്ധതികൾ തയ്യാറാക്കിയിരുന്നാലും അത് അവസാനത്തിലേക്ക് എത്തില്ല. കാര്യശേഷി ഇല്ലാത്തവർ എത്ര ആലോചിച്ച് തീരുമാനിച്ച കാര്യമായാലും അത് ചെയ്ത് പൂർത്തിയാക്കുകയില്ല. ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ധാരാളം ആലോചിക്കേണ്ടത് ഉണ്ടെങ്കിലും അത് പൂർത്തീകരിക്കാൻ പ്രായോഗിക ശേഷി അല്ലെങ്കിൽ കാര്യശേഷി വളരെ അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ എത്ര അഗാധമായ ആലോചനയും കർമ്മത്തിന് മുമ്പുള്ള സജ്ജീകരണങ്ങളും ഏട്ടിലെ പശു പോലെയായി തീരും. അപ്പോൾ അതിനുള്ള ഒരു കഴിവുള്ള ആളായിരിക്കണം മന്ത്രി. ആ മന്ത്രിക്ക് ഈ കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഈ മുറൈപ്പട ചൂണ്ടും കാര്യശേഷി ഇല്ലാതെ പോയാൽ അത് രാജാവിനെയും ബാധിക്കും, നാടിനെയും ബാധിക്കും. അപ്പോൾ കാര്യശേഷി ഉള്ള ആളായിരിക്കണം. குறள் 640 முறைப்பட சூழ்ந்தும் முடிவிலவே செய்வர் திறப்படு ഇല്ലാതവർ കരുതലോട് ചെയ്യിലും പൂർത്തിയാക്കാറില്ല കർമ്മ നൈപുണ്യമെഴാത്തോർ. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ചാലും കഴിവില്ലാത്തവർ ആണെങ്കിൽ അവർ ജോലി പൂർത്തിയാക്കില്ല. നിർമ്മാണ പരിപാടികൾ മുന്നേ ചിന്തിച്ചുവെങ്കിലും ക്രിയാവൈഭവം ഇല്ലാത്തോർ ചെയ്താൽ വികലമായിടും. ഉപസംഹാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കുറളാണ് നമ്മൾ ഇന്ന് കേട്ടത്. ബുദ്ധിശക്തി മാത്രം പോരാ, പ്ലാനിങ് മാത്രം പോരാ, ഇതെല്ലാം കൂടി സമ്മേളിക്കുന്ന ആളുകളെ കൂട്ടാളികളായും കിട്ടണം. ശ്രദ്ധേയമായ ബുദ്ധിശക്തിയും നല്ല വിദ്യാഭ്യാസവും കഴിവുള്ളവരുമായ ഒരാൾക്ക് അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞ ഏത് ജോലിയും വഴങ്ങും. ഒരു ജോലി എങ്ങനെ ചെയ്യണമെന്ന് നന്നായി അറിയാമെങ്കിലും പരിസരത്തിന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുക. രാജാവ് ജ്ഞാനിയായ മന്ത്രിയുടെ ആലോചനയെ തടസ്സപ്പെടുത്തിയാൽ പോലും മന്ത്രി രാജാവിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. അത് മന്ത്രിയുടെ ഒരു കടമയാണ്. അനേകം ശത്രുക്കളെ നേരിടുന്നതാണ് തന്ത്രശാലിയായ അല്ലെങ്കിൽ പ്രത്യേക വൈഭവമുള്ള ഒരു മന്ത്രിയേക്കാൾ നല്ലത്. നിർവഹണത്തിൽ പ്ലാനിംഗ് ഒക്കെ ബഹുകേമം, പക്ഷെ നിശ്ചയദാർഢ്യത്തോടെ അത് നിർവഹിക്കുവാനായിട്ടുള്ള പ്രാപ്തി വേണം. അതിൽ ദരിദ്രരായവർ പൂർത്തീകരിക്കാൻ പലപ്പോഴും പദ്ധതികൾ സാധിക്കില്ല. നമ്മുടെയൊക്കെ ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യും. നടപടിയിലേക്ക് വരുമ്പോൾ സമരവും കോലാഹലങ്ങളും അല്ലെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ പല പദ്ധതികളും ഉപേക്ഷിച്ചു പോകാറുണ്ട്. പക്ഷെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റിയാൽ ഒട്ടനവധി കാര്യങ്ങളും നടപ്പാക്കാൻ സാധിക്കുമെന്നും കേരളം തെളിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്നല്ല, പ്രഗത്ഭരായ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ, ഇന്ദിരാഗാന്ധിയെ പോലെ അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രതിഭാശാലികൾ ഭാരതം ഭരിച്ചിട്ടുണ്ട്. ഇനിയും പലരും ഭരിക്കാൻ കടന്നു വരും. നിലവിലിരിക്കുന്നവർക്കും പ്രാപ്തിയുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വിധത്തിലും നാട് വികസിക്കട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കുചേർന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. മണികണ്ഠൻ സാറിന് എക്സ്പെഷ്യലി വലിയ നന്ദി. താങ്ക് യു വെരി മച്ച്. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir.
though pre-planned and decided on performance, the incapable men won't complete work. Quran 640 profoundly states that even the most meticulously pre-planned and well-conceived task will not be completed if the person in charge lacks the necessary capability to execute it. The wisdom emphasizes that a brilliant strategy is only as good as the person who implements it. An incapable individual will inevitably fail due to a lack of administrative skill, poor judgment, or an inability to adapt to unforeseen challenges. As the proverb goes, a bad workman blames his tools, highlighting that the fault lies with the person, not the plan. This Quran holds significant relevance for today's ministers who are entrusted with implementing complex policies. A government may launch an ambitious scheme for infrastructure development or poverty alleviation with a detailed budget and timeline. However, if the minister lacks the foresight to manage logistical hurdles or the integrity to prevent corruption, the project will stall to fail to achieve its intended goals. The failure is not in the policy design, but in the incompetence of the individual responsible for its execution. In conclusion, Chapter 64 of the Tirukural provides a comprehensive guide to the ideal qualities of a minister. It stresses that a minister must be a person of immense knowledge, strategic acumen, and moral integrity. The chapter ultimately asserts that a king's success and a nation's prosperity are contingent upon the wisdom and capability of their chief advisor. Tirukural as a whole is an eternal guide to ethical living and wise governance. It transcends time and culture, offering universal principles for virtue, wealth, and love. A small poem. With the wisdom's eye, the minister sees beyond the veils the coming breeze. He guards the state with a steady hand, a pillar firm for all the land. ചുമ്മാ അടിച്ചാണടി. Thank you to our dedicated Sabu sir, Nayanar sir, Manikandan sir, Joshi sir. A heartfelt thank you to all the participants, Usha ma'am, Sheila ma'am, George sir, Ulakandan sir, Srikumari ma'am, and Roy sir. And to our cherished viewers, we extend our gratitude for your keen attention and interest. Thank you, everybody. Okay. Thank you. Thank you. Thank you. Thank you. Thank you, all of you. Thank you, ma'am. Thank Thank you. Thank Thank you, you, ma'am. Matthew Thomas sir, Hari sir, and Gopakumar sir. Everybody. ആണത്തില്ല. Everybody. മണികണ്ഠൻ സാറെ പ്രത്യേകം നന്ദിയുണ്ട്. ശരി. ഓക്കെ. Thank you. Okay, okay. Okay. Thank you. See you tomorrow. മാത്യു തോമസ് സാറോ ഹരി സാറോ ഗോപകുമാർ സാറോ എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ഫീഡ്ബാക്ക്. നല്ലതായിരുന്നു മാം, താങ്ക് യു. എന്നെ ഹരി എന്ന് വിളിച്ചാൽ മതി മാം. കാണത്തില്ലല്ലോ. മണികണ്ഠൻ സാറ് ഒന്ന് കൺക്ലൂഷൻ പറയാമോ? കഥ പറയാൻ പറയാം.
ഇപ്പോൾ തിരുവള്ളുവർ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ആ തിരുക്കുറളിനെ എടുത്ത് നോക്കിയാൽ മതി, അവിടെ ഒരു പരിഹാരം ഉണ്ടായിരിക്കും. അതാണ് തിരുക്കുറളിൻ്റെ ഒരു മഹത്വം. അപ്പോൾ ഒരു സാധാരണ കാര്യങ്ങൾ മാത്രം, ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് തിരുവള്ളുവർ പറഞ്ഞു പോകുന്നത് എന്ന് നമുക്ക് വിചാരിച്ചാൽ തെറ്റി. തിരുവള്ളുവർ ആലോചിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല. രാജാവിനെ കുറിച്ചും മന്ത്രിയെക്കുറിച്ചും ഒക്കെ പറയണമെങ്കിൽ അത്രത്തോളം ഒരു പരന്ന വിശാലമായ ഒരു ചിന്ത ഉള്ള ഒരാളായി ഇരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് നാടിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് ഒരു ഗവൺമെന്റ് എങ്ങനെ ഇരിക്കണം, ആ ഗവൺമെന്റിന്റെ ഭരിക്കുന്ന രാജാവ് എങ്ങനെ ഇരിക്കണം, രാജാവിന്റെ മന്ത്രിസഭ എങ്ങനെ ഇരിക്കണം എന്ന് വളരെ വിശദമായി പറയുന്നു. ആ നാട് നന്നായിരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ആ നാടിനെ ചലിപ്പിക്കുന്ന രാജാവും മന്ത്രിമാരും വളരെ കഴിവുള്ളവരായി ഇരുന്നാൽ മാത്രമേ ജനങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റും എന്ന് വിചാരിച്ചതുകൊണ്ട് ആയിരിക്കാം ഇങ്ങനെ പറയുന്നത്. ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മുടെ തമിഴിലുള്ള ഈ തമിഴിൻ്റെ ഒരു കവി എന്ന് പറയാൻ പറ്റൂല, അയാളെ ദൈവപ്പുലവർ എന്നാണ് പറയുന്നത്. ദൈവപ്പുലവരാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ദേവൻ, ദൈവപ്പുലവർ. ആ ദൈവപ്പുലവർ ഒരു നാടിനോ അല്ലെങ്കിൽ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു വർഗത്തിനോ വേണ്ടിയല്ല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, ഈ ലോകത്തിന് തന്നെ പറയുകയാണ്. അത് ഉലകപ്പൊതുമറ എന്നാണ് തിരുക്കുറളിനെ പറയുന്നത്. ഉലകപ്പൊതുമറ, ലോകത്തിന്റെ വേദം. ആ ലോകത്തിന്റെ വേദമായ ആ തിരുക്കുറളിലുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സാറേ, ഇന്നത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് ഒക്കെ വന്നപ്പോൾ ഇപ്പൊ ഈ തിരുവള്ളുവർ പറയുന്നുണ്ട് മന്ത്രിയാകാൻ വിദ്യാഭ്യാസം, കുലമഹിമ, വളരെ നല്ല ബുദ്ധിവൈഭവം, തീഷ്ണതയുള്ള നിശ്ചയദാർഢ്യം, ഇവയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ക്വാളിറ്റികൾ പലപ്പോഴും മന്ത്രിമാർക്ക് കൽപ്പിക്കപ്പെടാതെ പോകും. കാരണം നേതാവിനെ പ്രീണിപ്പിച്ച് കാല് തിരുമ്മി എന്നവർക്ക് ലഭിക്കുന്ന ഒന്നായിട്ട് ഇന്ന് മന്ത്രിസ്ഥാനം മാറിയിട്ടുണ്ട്. വളരെ ക്വാളിറ്റി പറഞ്ഞവർ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ അതിന് ഇങ്ങനെ തത്വങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു ആശ്വാസം. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി തയ്യാറാവണം. പിന്നെ തിരുവള്ളുവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ലോകത്തിന് അത് ശരിയാണോ, അത് നമുക്ക് ശരിയായ കാര്യങ്ങളാണോ എന്ന് ആലോചിച്ചാൽ പലതും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് സത്യമാണ്. ഇന്ന് ലോകം മാറിയിട്ടുണ്ട്. പക്ഷേ അന്ന് തിരുവള്ളുവറിന്റെ കാഴ്ചപ്പാട് അതായിരുന്നു. ചിലപ്പോ ഇപ്പോഴത്തെ ഒരു ലോകത്തിനെ കുറിച്ച് തിരുവള്ളുവർ ചിന്തിച്ചു കാണും. പക്ഷെ അതിനേക്കാളും ഒക്കെ നല്ലത് തിരുവള്ളുവർ പറയുന്നതായിരിക്കും ശരിയെന്ന് തിരുവള്ളുവർ വിചാരിച്ചു കാണും. ഉദാഹരണം ഞാൻ ഒന്ന് പറയാം. ഇന്നാ ചെയ്താരെ ഒരുത്തൽ അവർ നാണം നന്നയം ചെയ്തു വിടൽ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്ത ഒരാളിനെയും നമ്മൾ ക്ഷമിക്കണമെന്നാണ് തിരുവള്ളുവർ പറയുന്നത്. ഇന്ന് നമ്മൾ ക്ഷമിച്ചാൽ എന്താവും? അത് നമ്മുടെ തലയുടെ പുറത്ത് കയറിയിരിക്കും. അതാണല്ലോ സത്യം. അത് തിരുവള്ളുവറിന്റെ ഒരു ആശയമാണ്. ചിലപ്പോ ഇതായിരിക്കും അദ്ദേഹത്തിന്റെ ആശയം. ഒരിക്കലും നമുക്ക് അതൊന്നും നമുക്കൊരു തെറ്റാണെന്നൊന്നും പറയാൻ മറിച്ച് ഇന്നത്തെ വർത്തമാനകാല സാഹചര്യം ഇപ്പൊ കേരളത്തിൽ പോലും നമ്മള് വലിയ ഭക്തരാണെന്നാണ് അഭിമാനിക്കുന്നത്. അവിടെ പോലും കാശ് കൊടുത്ത് ജയിക്കുന്ന MLA-മാർ ഇവിടെയുണ്ട്. കേരള അസംബ്ലിയിൽ കാശ് കൊണ്ട് ജയിച്ചിട്ടുള്ള MLA-മാരുണ്ട്. അതുപോലെ തന്നെ വമ്പൻ പൈസ ഉണ്ടെങ്കിലേ ഇന്നൊരു തിരഞ്ഞെടുപ്പിൽ ഏതൊരാൾക്കും മത്സരിക്കാൻ പറ്റത്തുള്ളൂ. കോടികൾ വേണം. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള അവർ ജയിക്കുന്നവരിൽ നിന്നല്ലേ മന്ത്രിയാക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. ജയിച്ചാൽ മന്ത്രിയാക്കൂ? അതുമില്ല. ജയിച്ചാലല്ല, അത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം.
ഇതൊക്കെയാണ് നമ്മളുടെ ഈ പ്രായോഗികമായിട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അത് സത്യമാണ്. ചിലപ്പോ ഇത് തമിഴ്നാട്ടിന് ചിലപ്പോ ഇത് കുറച്ചുകൂടെയൊക്കെ മാച്ച് ആവുമായിരിക്കും. നമ്മ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ അത് ശരിയാവില്ല. എങ്കിലും ഒരു വലിയ ഒരു ദൈവപ്പുലവർ പറഞ്ഞ ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതൊന്ന് ചെവി കൊടുത്ത് കേൾക്കാം, അത്രേ ഉള്ളൂ. അത് തന്നെ സാറേ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാമെന്നാണ് തിരുവള്ളുവർ പറഞ്ഞു വെക്കുന്നത്. തിരുവള്ളുവർ സ്വപ്നം കാണുന്നു. അല്ല സാറേ, അന്നും ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഭരണത്തെയും മന്ത്രിമാരെയും ഒക്കെ പിന്നെ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കും അദ്ദേഹം ഈ കുറളിലൂടെ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെ വേണം. എപ്പോഴും രാജാവ് ചിന്തിക്കേണ്ടത് ഭരിക്കപ്പെടുന്നവരുടെ ക്ഷേമമാണല്ലോ സാറേ. അപ്പൊ അത് നേടണമെങ്കിൽ ഇങ്ങനെ പോകണം എന്നുള്ളതാണ് തിരുവള്ളുവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഇത്ര കണ്ട് ഇങ്ങോട്ട് വരുമെന്ന് അദ്ദേഹം ഓർത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇത് പിന്തുടർന്നാൽ അവര് എന്നും ഓർമ്മിക്കപ്പെടും സാറേ. കാരണം നമ്മുടെ നേതാക്കളിൽ പിന്നെ നമ്മളെ ജോഷി സാർ പറഞ്ഞ ഗാന്ധിജി ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും ഒക്കെ സാർ കുറെ പേരുടെ പേര് പറഞ്ഞല്ലോ. അവരെയൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നതിന് കാരണം ഇതുപോലുള്ള പ്രവർത്തികൾ അവർ ചെയ്തത് കൊണ്ടാണ്. അതെ അതെ, അത് തന്നെയാണ്. തമിഴ്നാട്ടിലുണ്ടായിരുന്ന കാമരാജ് എന്ന് പറയുന്ന ഒരു ചീഫ് മിനിസ്റ്റർ, അതുപോലെ കക്കൻ എന്ന് പറയുന്ന ഒരു മന്ത്രി. ഈ കക്കൻ എന്ന് പറയുന്ന മന്ത്രിയൊക്കെ നടന്നു പോകുന്ന ആളാണ്. കാറിലൊന്നും പോവില്ല, നടന്നേ പോവുള്ളൂ. അങ്ങനെയുള്ള ഒരാളായിരുന്നു. വലിയ ചെറിയ ദൂരങ്ങളൊക്കെ ആണെങ്കിൽ അയാള് നടന്നാണ്. പക്ഷെ ഇന്ന് കാലം മാറിപ്പോയി ടീച്ചറെ. അല്ല സാർ, അങ്ങനെ ഈ മന്ത്രി നടന്നു പോകുമ്പോ ഈ 40 വണ്ടി എന്നാ ചെയ്യും? അയാൾക്ക് വണ്ടിയും വേണ്ട, ഒന്നും വേണ്ട. അയാൾക്ക് വേണ്ട, പക്ഷെ ചുറ്റും 40 വണ്ടി ഇല്ലേ? വണ്ടി ഉണ്ടെങ്കിലും അതൊന്നും ചലിക്കില്ല, അത് അവിടെ തന്നെ നിൽക്കും. മന്ത്രി നടന്നു പോകും. മന്ത്രിക്ക് അതാണ് താല്പര്യം. കാമരാജും അങ്ങനെയാണ്. ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാമരാജും അങ്ങനെയായിരുന്നു. ഓരോ കാലം അതുകൊണ്ടാണല്ലോ സാറേ മഹാബലിയെ ഓർക്കുന്നത്. പ്രജകളെ എല്ലാം തുല്യരായി കണ്ടിരുന്നു എന്ന് നമ്മൾ ആ ഒരു കഥാപാത്രത്തെ ഇങ്ങനെ ഓർക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ലോകം എത്ര തന്നെ മോശമായി പോയെന്ന് വിചാരിച്ചിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് സൽപ്രവർത്തികൾ ചെയ്യുന്ന കുറച്ചുപേരെങ്കിലും ഉള്ളത് കൊണ്ടാണ് ലോകം അങ്ങ് നിലനിന്ന് പോകുന്നത്. തീർച്ചയായും. അത് കുറച്ചുപേരെങ്കിലും നമ്മൾ മാറാൻ ശ്രമിക്കുക. അത് തന്നെ. കുറച്ചുപേരെങ്കിലും ഇത് തിരുവള്ളുവർ പറയുന്ന പോലെ ഒന്ന് മാറാൻ ശ്രമിച്ചാൽ കുറച്ച് മാറ്റങ്ങൾ വരും എന്ന് ആലോചിച്ചായിരിക്കും അങ്ങനെ എഴുതി വെച്ചത്. അത് തന്നെ. രാജാവ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഗൃഹനാഥൻ, ഒരു ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥൻ, ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഇങ്ങനെ ഈ മുകളിൽ വരുന്നവര് തൊട്ട് താഴെ നിൽക്കുന്നവരുടെ വാക്കുകൾ കേട്ടാണ് എന്തും ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അവരെ അതനുസരിച്ചായിരിക്കണം സജീവൻ എന്നാണ് ഇവിടെ തിരുവള്ളുവർ പറയുന്നത്. സജീവനാണ് നിർദ്ദേശം കൊടുക്കുന്നത്. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് രാജാവിനെ രക്ഷിക്കൂ എന്നാണ് ഇവിടെ തിരുവള്ളുവർ പറയുന്നത്. രാജാവിനെ വഴി തെറ്റിക്കരുത്, നല്ല വഴിയിലേക്ക് നയിക്കണം. അതെ, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതുകൊണ്ട് വലിയ ആപത്താണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാൺ ചെയ്യണം, അത്രേ ഉള്ളൂ. അതെ, നമുക്ക് ശുഭപ്രതീക്ഷയോടെ നീങ്ങാം. അതെ സാർ. ഓക്കെ, റോയ് സാർ താങ്ക് യു, ജോർജ് സാർ താങ്ക് യു, മണികണ്ഠ സാർ താങ്ക് യു, ജോഷി സാർ. ഈ തിരുവള്ളൂര് രാജഭരണ കാലഘട്ടത്തിൽ എഴുതിയതാ. ഈ ജനാധിപത്യ യുഗത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. ഇന്നത്തെ കാലത്താണ് ജീവിച്ചിരുന്നെങ്കിൽ ഇത് കുറളൊക്കെ മാറുമായിരുന്നു, കുറെയൊക്കെ മാറ്റി എഴുതിയത്. അതെ, അന്ന് രാജാവിന്റെ ഭരണകാലത്ത് ഭരണകാലമായതുകൊണ്ട് വ്യത്യാസം വന്നു. എങ്കിലും പറയുന്ന കാര്യങ്ങൾ കൊള്ളാമെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ട് നമ്മൾ അതങ്ങനെ കുറച്ചൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം, അത്രേ ഉള്ളൂ.
അനുകരിക്കാൻ പറ്റിയത് തന്നെയാണ് സാറേ. ആ അനുകരിക്കാൻ പറ്റി കുറച്ചു പേര് അനുകരിക്കും, കുറച്ചു പേർക്ക് അത് മണ്ടത്തരമെന്ന് തോന്നും. പക്ഷെ കാരണം എന്തെന്ന് പറഞ്ഞാൽ നല്ലവനായി ജീവിക്കാൻ പലർക്കും ഇഷ്ടമില്ല. അതാണ് സത്യം. സത്യം നല്ലവനായി ജീവിക്കാൻ പലർക്കും താല്പര്യമില്ല. അവരിങ്ങനെ കച്ചടയായിട്ട് ജീവിക്കാൻ തുനിഞ്ഞ് ഇറങ്ങി നിൽക്കുന്നവർ കുറെ പേരുണ്ട്. അവരങ്ങനെ ജീവിക്കുള്ളൂ. അവരെ തിരുത്തുന്നതോ അവരെ മാറ്റുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമില്ല. അതെ, നമ്മൾ കുറച്ചു പേരൊക്കെ ഇങ്ങനെ ഒരുവിധമൊക്കെ ന്യായമായിട്ടൊക്കെ ജീവിച്ച് അധ്യാപകരും കുറെ അറിവുള്ളവരും വായനാശീലമുള്ളവരും ഒക്കെ അങ്ങനെ ജീവിച്ചപ്പോൾ ഓരോരുത്തരുടെ ചിന്തയിൽ ഉണ്ടാകുന്ന ആ വ്യത്യാസങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ഇങ്ങനെ. ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ട് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ അങ്ങ് കുറെ എല്ലാരെയും പറയുന്നില്ല, വേറെ കുറെ ആൾക്കാർ നേച്ചറായിട്ട് കുറച്ച് ചട്ടമ്പിയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്തകളാണ് ആയിരിക്കും. നമ്മൾ എന്ത് വിചാരിക്കുന്നു അതിന് ഓപ്പോസിറ്റ്. നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന അവർക്ക് ചീത്ത, നമ്മൾ ചീത്തയെന്ന് വിചാരിക്കുന്ന അവർക്ക് നല്ലത്. പിന്നെ എങ്ങനെ വടക്കും തെക്കും കൂടെ എങ്ങനെ ഒരുമിച്ച് പോകും, ഒന്നു ചേരും? അതാണ്. അപ്പൊ ചേരുന്നവരോടെ നമുക്ക് ചേരാൻ പറ്റൂ.